ഇന്ന് വരെ ഞാൻ അവളോടൊന്ന് സംസാരിക്കാനോ ചിരിക്കാനോ ശ്രമിച്ചിട്ടില്ല. താലി കെട്ടി കൊണ്ടുവന്ന് അന്ന് രാത്രി തന്നെ ചവിട്ടി പുറത്താക്കിയതാണ്. ഒരു മിണ്ടാപ്രാണിയാണെന്ന് അറിയും മുമ്പേ ഈ കൈകളിൽ കിടന്നവൾ പിടഞ്ഞതാണ്. പക്ഷേ ഇപ്പോ അവൾ പോകുകയാണെന്ന് കേട്ടപ്പോ എന്താ എന്റെ ഉള്ളിലൊരു നീറ്റൽ. പോകുന്നതിന് മുന്നേ എനിക്ക് അവളോട് മാപ്പ് പറയണം. പൂജ, അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പൂജ, അത് പിന്നെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന്. കാരണം ഞാൻ അത്രയും വലിയ തെറ്റാണ് നിന്നോട് ചെയ്തത്. ഈ അവസാന നിമിഷമെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധത്താൽ എന്റെ ജീവിത അവസാനം വരെ ഞാൻ നീറേണ്ടി വരും. കണ്ണേട്ടാ, അങ്ങനെ വിളിക്കാമോ? അറിയില്ല. ഇന്നെന്തായാലും നിങ്ങൾ ഇന്ന് ഒരുപാട് ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ എന്ന വ്യക്തി ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. കഴിഞ്ഞ കുറച്ചു മാസം നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ട് പോലും പരസ്പരം രണ്ട് അപരിചിതരെ പോലെയായിരുന്നു നമ്മൾ. നിങ്ങൾ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. മുന്നേ അറിഞ്ഞിരുന്നേൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. ആരുടെയും ജീവിതത്തിൽ ഭാരമാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല ഞാൻ. ഇയാളുടെ പപ്പയും മമ്മിയും എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. എന്റെ ഈ കുറവ് അവർക്കൊരു പ്രശ്നമല്ലെന്ന് പറഞ്ഞപ്പോ എന്റെ പപ്പയും ഈ കല്യാണത്തിന് സമ്മതം മൂളി. എന്നെ പോലൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരാള് സമ്മതിച്ചത് തന്നെ ഭാഗ്യമാണെന്ന് എന്റെ വീട്ടുകാരും പറഞ്ഞപ്പോ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞു നിന്ന ഞാനും സമ്മതിച്ചു. എന്നാൽ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ ദിവസമായിരുന്നു എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. പക്ഷേ ഇയാളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. ബൃന്ദ നല്ല കുട്ടിയാണ്. ഇയാളുമായി നല്ല ചേർച്ചയാണ്. നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കണം. ഞാൻ എന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലെന്ന് കരുതിക്കോളൂ. അപ്പോ ശരി, ഞാനിത് ഇവിടം കൊണ്ട് നിർത്തുന്നു. ഇതൊക്കെ നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. അതാ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയത്. അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് സോറി. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ. പൂജ മോളെ എന്തിനായിരുന്നു എന്നെ വിളിച്ചേ? താഴെ കുറച്ച് പണി ഉണ്ടായിരുന്നു, അതാ വരാൻ വൈകി. പൂജ മമ്മിയോട് ക്ഷമിക്കണേ. ഹലോ, എന്താ?
എന്താ പറ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ കാര്യം പറ വൃന്ദ. എന്റെ മോളെ, വൃന്ദ, ഞാൻ പിന്നെ വിളിക്കാം. അജു, നിനക്ക് എന്താ ഇത്ര തിരക്ക്? വൃന്ദ പ്ലീസ്, എന്താണേലും നമുക്ക് പിന്നീട് സംസാരിക്കാം. അജു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോ വിളിച്ചത് എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. വൃന്ദ, ഞാൻ നീ ഒന്നും പറയണ്ട, ഇപ്പൊ തന്നെ എന്റെ വീട്ടിലേക്ക് വന്നേക്കണം. ഞാനെല്ലാം നശിപ്പിച്ചല്ലേ. Fuck you, അർജുൻ. വൃന്ദ, നീ എന്താ കാണണമെന്ന് പറഞ്ഞേ? നിനക്കെന്താ വിളിച്ച വരാൻ ഇത്ര മടി? വൃന്ദ, നീ കാര്യം എന്താണെന്ന് പറ. കാര്യം ഞാൻ പറഞ്ഞു തരാടാ. ദാ നോക്ക്, കണ്ണ് തുറന്നു നോക്ക്. നിനക്കിപ്പോ ഒന്നും പറയാനില്ലേ? ഇത് ഇത് എന്നൊന്നും പറയണ്ട. നിന്റെ തീരുമാനം എന്താ? അത് പിന്നെ എന്ത് പിന്നെ? വൃന്ദ, ഇതിപ്പോ എങ്ങനെ വീട്ടിൽ പറയുന്നേ? വീട്ടിൽ പറയാനോ? പറയാൻ മാത്രം ഇത് നല്ല കാര്യമാണല്ലോ. കല്യാണത്തിന് മുന്നേ വയറ്റിൽ ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ നീ എന്താ പറയുന്നേ? എനിക്ക് എന്തായാലും ഇപ്പൊ ഒരു കൊച്ചിനെ പ്രസവിക്കാനും അതിനെ നോക്കാനും ഒന്നും പറ്റില്ല. എനിക്ക് എന്റേതായ കുറച്ച് സ്വപ്നങ്ങളുണ്ട്. നീ ഇപ്പൊ പറഞ്ഞു വരുന്ന ഈ കുഞ്ഞിനെ കളയണമെന്നാണോ? അതെ, ഇതുവരെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. മാരീഡ് ലൈഫ് എൻജോയ് ചെയ്തിട്ട് മതി ഒരു കുട്ടിയൊക്കെ. നടക്കില്ല വൃന്ദ, ഈ കുഞ്ഞിനെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് എന്താ അർജുൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്കിപ്പോ ഒരു കുഞ്ഞിനെ വളർത്താനും അതിന് പാല് കൊടുക്കാനും അതിന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിർത്തടി. പിന്നെ നീ എന്തിനാടി അന്ന് എനിക്കൊപ്പം കിടന്നു തന്നത്? അർജുൻ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അന്ന് നീ കോണ്ടം യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് എനിക്കിപ്പോ മനസ്സിലായി. ആ സമയത്ത് നിനക്കെന്നെ പൂജയിൽ നിന്നും നിന്റെ മാത്രമാക്കണമായിരുന്നു. ഇപ്പൊ അവളായിട്ട് തന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ നിനക്ക് കൊച്ചിനെ വേണ്ട അല്ലേടി? എന്താടി, നിന്റെ നാലിറങ്ങിപ്പോയോ? അജു, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ശരിക്കും ലൈഫൊക്കെ ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് മതി ഒരു കുട്ടിയൊക്കെ. പ്ലീസ് അജു, ഇതിനെ നമുക്ക് വേണ്ട. മാറി നിക്കണേ അങ്ങോട്ട്. നിനക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നു? എത്രയോ പേർ കുട്ടികളില്ലാതെ വിഷമിക്കുന്നു. ഇതിപ്പോ ഉള്ളതിനെ കളയാൻ നോക്കുന്നു. നിന്നെയൊക്കെ മനുഷ്യന്റെ കൂട്ടത്തിൽ കൂട്ടാമോ? അജു, നീ ഒന്നും പറയണ്ട. നിന്റെ വയറ്റിൽ കിടക്കുന്നത് എന്റെ കുഞ്ഞ, അതിനെ എനിക്ക് വേണം. നീ പോയി നിനക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്തോണ്ട് വാ. നീ എന്തൊക്കെയാ പറയുന്നേ? സമയം 8:30 ഈ പെണ്ണ് ഇതുവരെ എഴുന്നേറ്റില്ലേ? അതെങ്ങനെ നേരത്തെ കിടന്നുറങ്ങാൻ പറഞ്ഞ കേൾക്കില്ലല്ലോ. പാതിരാത്രി വരെ ഗെയിമും കളിച്ചിരിപ്പല്ലേ. എന്താ അച്ഛമ്മ രാവിലെ കിടന്ന് പോകുന്നേ? ഞാൻ സ്കൂളിൽ പോകാൻ റെഡി ആയല്ലോ. പാറുവേ, ഇങ്ങനെ സ്കൂളിൽ പോകാൻ മടി കാണിച്ചാ നീ എങ്ങനെ ഡോക്ടറാകും? അതൊക്കെ ഞാനാകും. ഞാൻ വലിയ കുട്ടിയാകുമ്പോ ഡോക്ടറാകും. എനിക്ക് ഡോക്ടർ വന്നാട്ടെ. അച്ഛമ്മ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്.
അച്ചായി നേരത്തെ പോയല്ലോ, എന്തേ? അശ്ശോ, അപ്പൊ ഇന്ന് എന്റെ ഷൂളിൽ ആരാ വരുന്നേ? അതിന് ഇന്നെന്താ, സ്കൂളിൽ എന്തെങ്കിലും പരിപാടിയുണ്ടോ? പിന്നെന്താ? അതുകൊണ്ടല്ല അച്ഛമ്മേ, ഇന്നലെ എന്റെ ക്ലാസ്സിലെ ഒരു ചെക്കൻ എന്നോട് വക്കുണ്ടാക്കി. ഈശ്വര, എന്നിട്ട്? എന്നിട്ടെന്താ, എനിക്ക് ദേഷ്യം വന്നു. ഞാൻ അവന്റെ മൂക്കിനൊരു ഇടി കൊടുത്തു. അച്ഛമ്മേ, എന്തിനാ ഇതിന് വാ തുറക്കുന്നേ? ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അച്ചായിയാണ് എന്റെ ഒപ്പം ഷൂളിൽ വരാറ്. അമ്പടി, നീ കൊള്ളാലോ. നിന്റെ അച്ചായി ഇങ്ങ് വരട്ടെ. തൽക്കാലം ഇന്ന് നിന്റെ പപ്പയോട് പറ നിന്നെ കൊണ്ടാക്കാൻ. അവനും കൂടി അറിയട്ടെ അവന്റെ കൊച്ചിന്റെ താന്തോന്നി തരം. വേണ്ട, പപ്പയോട് പറയണ്ട. ആഹാ, ആരെങ്കിലും ഒരാളെങ്കിലും പേടി വേണ്ടേ? ആ കൊച്ചിന്റെ വീട്ടുകാർ ഇനി വല്ല പരാതിയും കൊണ്ട് വരുമോ എന്റെ ദൈവമേ? അച്ഛമ്മ പേടിക്കണ്ട, എനിക്കൊരു പേടിയേ ഇല്ല. കാന്താരി, നീ മിണ്ടരുത്. അവനിങ്ങ് വരട്ടെ. പാറു, ഞാൻ എന്താ ഈ കേൾക്കുന്നേ? അത് പിന്നെ പപ്പേ, നീ എന്താ സ്കൂളിൽ പഠിക്കാൻ തന്നെയാണോ പോകുന്നേ? പാറു നിർത്തുന്നുണ്ടോ? എന്തേലും പറഞ്ഞ അപ്പൊ തുടങ്ങിക്കോളും കള്ളക്കരച്ചിൽ. കണ്ണാ, വേണ്ട. പാറു, ഒരു ബാഗ് എടുത്തോണ്ട് വാ. പപ്പ ഇന്ന് മോളെ കൊണ്ടാക്കും. എന്താടോ, താൻ ചിരിക്കൂലേ? ഇല്ല. ആഹാ, പപ്പയോട് ദേഷ്യമാണോ? ഒന്ന് പെട്ടെന്ന് പോകാമോ? എനിക്ക് ക്ലാസ്സിൽ ചില സമയമായി. ഓഹോ, അപ്പൊ പപ്പയോട് ദേഷ്യമാണല്ലേ? ആയിക്കോട്ടെ. പപ്പയോട് മിണ്ടാത്ത കൊണ്ട് പപ്പയിന്ന് കൊണ്ടുവരുന്ന ചോക്ലേറ്റ് ഒന്നും വേണ്ടായിരിക്കും അല്ലേ? വേണം. ഓഹോ, അപ്പൊ പപ്പയെ വേണ്ട. വേണ്ട. ആയിക്കോട്ടെ, പപ്പ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല കേട്ടോ. അതെന്താ പപ്പ വരാത്തെ? എന്റെ മോൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നേ? എനിക്ക് വേണം, പപ്പ വരണം. പപ്പ ഇല്ലെങ്കിൽ മോൾ കാറുള്ളേ. ആറു, അയ്യേ, പപ്പയുടെ പൊന്നിൻ കരയുവാണോ? എന്റെ പൊന്നിന്റെ പപ്പയില്ലേ? ദേ, സ്കൂളെത്തി. കണ്ണൊക്കെ തുടച്ചിറങ്ങി. ഇന്ന് എന്റെ മുത്തിനെ പപ്പ കൊണ്ടാക്കും. പ്രാർത്ഥനയുടെ പപ്പയല്ലേ? അതെ ടീച്ചർ. സാർ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ കുട്ടി കാരണം ഞങ്ങൾക്ക് മറ്റുള്ള കുട്ടികളുടെ പാരന്റ്സിന്റെ വായിൽ നിന്നും കേൾക്കാൻ സമയമുള്ളൂ. പിള്ളേരെ വളർത്തുമ്പോ കുറച്ച് അനുസരണയോടെയും അച്ചടക്കത്തോടെയും വളർത്തിയ കൊള്ളാം. ഇതിപ്പോ ഈ കുട്ടി ഈ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളോടും എന്തോരം വഴക്കാണ് ഇടുന്നതെന്നറിയാമോ? ഇതിനു മുൻപ് ഇതിന്റെ മുത്തശ്ശനായിരുന്നു വന്നിരുന്നേ. അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി. ഇതിപ്പോ കുറെയായി. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇതിന് വീട്ടിൽ അമ്മയില്ലേ? അവർക്ക് അറിഞ്ഞൂടെ? സ്റ്റോപ്പ് ഇറ്റ്. എന്റെ മകൾ കാരണം ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ട. ഇനി എന്റെ മോൾ ഇവിടെ പഠിക്കുന്നില്ല. പപ്പേ, എന്താടാ? ഞാൻ കാരണം പപ്പക്ക് വഴക്ക് കേട്ടല്ലേ? അയ്യേ, അത് സാരമില്ല. എന്നാലും ഞാൻ കാരണം. അയ്യേ, പപ്പയുടെ ചക്കര സങ്കടപ്പെടല്ലേ. പപ്പക്ക് ഒരു വിഷമവും ഇല്ല. പപ്പക്ക് ഇത് കണ്ടാ മതി. പപ്പേ, നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നേ? നമ്മള് വീട്ടിലോട്ട്. മോളെ കൊണ്ടാക്കിയിട്ട് വേണ്ടായോ പപ്പക്ക് ഓഫീസിൽ പോവാൻ? പപ്പക്ക് എപ്പോഴും തിരക്കാ. അയ്യോടി, പിന്നെ പപ്പ എന്ത് വേണം? എനിക്ക് വീട്ടിൽ പോവണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. അച്ചോടാ, പപ്പക്ക് ഇന്ന് ഓഫീസിൽ പോയേ പറ്റൂ. നമുക്ക് നാളെ പോകാം. അത് മതിയോ? മതി. എന്തേ ഒരു സന്തോഷമില്ലാത്തെ? ഒന്നുമില്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് അച്ഛമ്മയുടെ വായിൽ നിന്നും കേൾക്കണമല്ലോ. പപ്പ ചിരിച്ചല്ലോ. ഇല്ല. പപ്പേ, എന്താ? അതുകൊണ്ടല്ലോ പപ്പേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആഹാ, എന്ത് ചൊപ്പനം? അത് ഒരു മാലാഖയെ. മാലാകയോ? അതെ, ഒരു മാലാഖയെ. നല്ല സുന്ദരിയായിരുന്നു. എന്നെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ തന്നു. ആഹാ, എന്നിട്ട് മോള് തിരിച്ചു കൊടുത്തില്ലേ? ഇല്ല, അപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു. അച്ഛമ്മ വലിയ വായി കിടന്ന് കൂവല്ലേ.
പിന്നെ എങ്ങനെ എഴുന്നേക്കാതിരിക്കും? എടുത്ത ആന്താരി. അല്ല പപ്പ, പപ്പ കണ്ടിട്ടുണ്ടോ മാലാവേ? പപ്പേ, എന്താ മിണ്ടാത്തെ? പപ്പ കണ്ടിട്ടുണ്ട്. ഏ, പപ്പ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടപ്പോൾ സ്വപ്നത്തിലായിരുന്നു. അല്ല, പിന്നെ പിന്നെ പപ്പ എവിടെയാ മാലാഖയെ കണ്ടേ? അത് നമ്മുടെ വീട്ടിൽ. നമ്മുടെ വീട്ടിലോ? അതെ, വളരെ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ ആ മാലാക. അയ്യോ, എന്നിട്ട് ആ മാലാഖ എവിടെ പോയി? അറിയില്ല, എവിടോ പോയി. അശ്ശോ, പപ്പ എന്തിനാ മാലാഖയെ വിട്ടത്? ആ സമയത്ത് പപ്പ ഒരു ചെകുത്താനായിരുന്നു. ആ മാലാകയെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. ഏ, അപ്പൊ പപ്പയോട് ആ മാലാഖ ഒന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ? എന്തെങ്കിലും പറയണമെങ്കിൽ അതിനുള്ള സംസാരശേഷി വേണ്ടായോ? അപ്പൊ അപ്പൊ ആ മാലാഖ ഉമ്മയായിരുന്നോ? ഉം. അയ്യോ, പാവം. എനിക്ക് സങ്കടം വരുന്നു പപ്പേ. എന്തിന്? അറിയില്ല പപ്പേ. എന്റെ മോളെ വിഷമിക്കണ്ട, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ആ മാലാക ഇപ്പോ എവിടെയോ സന്തോഷമായി ജീവിക്കുന്നുണ്ടാവും. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്താ എനിക്ക് നിന്നെ മറക്കാൻ കഴിയാത്തത് കണ്ണേട്ടാ? കണ്ണേട്ടന്റെ അതേ മുഖച്ഛായാണ് ഈ കുറുമ്പിക്കും. പക്ഷെ എന്താ, നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ കാണുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ഭാരം തോന്നുന്നേ. ഞാനും കൂടി ചേർന്നാലേ ഈ ചിത്രം പൂർത്തിയാവൂവെന്ന് എന്നോട് ആരും പറയും പോലെ. എനിക്ക് അങ്ങോട്ട് വരണമെന്നുണ്ട്, നിങ്ങളെയൊക്കെ കാണണമെന്നുണ്ട്. പക്ഷേ വൃന്ദ, അവൾ ഒരിക്കൽ തിരികെ വന്ന അത് ശരിയാവില്ല. എനിക്ക് ഈ ജന്മം കണ്ണേട്ടന് വിധിച്ചിട്ടുണ്ടാവില്ല. പൂജ, എന്താ നിന്റെ ഉദ്ദേശം? എത്ര നാൾ നീ ഇങ്ങനെ ജീവിക്കും? എന്റെ കാലശേഷം നിന്നെ ആര് നോക്കും? നിനക്കൊരു കൂട്ട് വേണ്ടേ? പൂജ, നീ എന്തോന്നും മിണ്ടാത്തേ? നീ എന്തായി പറയുന്നേ? നിനക്കിനി ഒരു കല്യാണം വേണ്ടെന്നോ? ഇതിന് നിർബന്ധിക്കരുതെന്നോ? പൂജ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. എടോ കൃഷ്ണ, ദാ നിങ്ങളുടെ പൂപ്പി പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. എന്നാലും പിരിയണമല്ലോ എന്ന് ഓർക്കുമ്പോ ഇത്രയും നാൾ ഇവനെ നോക്കിയതിന് ഒത്തിരി നന്ദിയടോ. തനിക്ക് എപ്പോ വേണേലും ഇവനെ വന്ന് കാണാലോ. ഞാൻ ഓർത്തു ഇവൻ ഞങ്ങളെയൊക്കെ മറന്നു കാണുമെന്ന്. അതിനിത് മനുഷ്യനല്ലല്ലോ കൃഷ്ണ മറന്നു കളയാൻ. ഒരു കഷണം ബിസ്ക്കറ്റ് കൊടുത്താ മതി, ജീവിതകാലം മുഴുവൻ ആ നന്ദിയും സ്നേഹവും കാണും. ആ, അത് താൻ പറഞ്ഞത് ശരിയാ. മനുഷ്യനെ പോലെയല്ല മൃഗങ്ങൾ. അതെ. എങ്കിൽ പിന്നെ കൃഷ്ണ, ഞാൻ ഇറങ്ങുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ. ആടാ, വിളിക്കാം. അതെ, നിങ്ങൾ അറിഞ്ഞ മനുഷ്യ, പൂജമ്മോളും കൃഷ്ണനും നാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. ആഹാ, നിന്നോട് ആരാ പറഞ്ഞേ? അത് നമ്മുടെ അയലത്തെ റോസമ്മ പറഞ്ഞു. അവൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോ കണ്ടിരുന്നെന്ന്. എന്നിട്ട് കൃഷ്ണൻ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. അതാ ഞാനും ഓർക്കുന്നേ. മറ്റേത് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്നതല്ലേ. ഇനി പൂജമോൾക്ക് വല്ല കല്യാണവുമായോ? ഇനി അങ്ങനെ വല്ലതും ആയിരിക്കുമോ ഏട്ടാ? ആണെങ്കി ഇപ്പൊ എന്താ, ആ കുട്ടിക്ക് വേണ്ട ഒരു ജീവിതം.
പ്രായം 10-30 ഉം, അത് ശരിയാ. എന്നാലും ഒരെന്നാലും ഇല്ല. നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതൊന്നും നടക്കുന്ന കാര്യമില്ല, അത്ര തന്നെ. പാറുവേ, ഓ ഈ അച്ഛമ്മ. എന്റെ ശാലിനി, നീ ഇവിടെ ഇരിക്കേ, പാറൂട്ടി വന്നോളൂ. ദേ മനുഷ്യ, നിങ്ങൾ അതിനെ ഇങ്ങനെ പുഞ്ഞടിച്ചു വെച്ചിരിക്കുന്നേ. വന്നു വന്ന് പെണ്ണിന് തീരെ അനുസരണയില്ല. അതെങ്ങനെ? ആ മൂദേവിയുടെ സ്വഭാവമല്ലേ കിട്ടിയിരിക്കുന്നേ. ദേ ശാലിനി, നിർത്തുന്നുണ്ടോ? കണ്ണൻ വല്ലതും കേട്ടോണ്ട് വന്നാ അത് മതി. വന്നാൽ എന്താ, ഞാൻ ഉള്ളതാ പറഞ്ഞേ. ഓ ഇവള്. ഓ വന്നോ തമ്പുരാട്ടി. ദേ പെണ്ണെ, കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എത്ര നേരം വിളിക്കണം നിന്നെ? അത് പിന്നെ അച്ഛമ്മക്ക് അറിഞ്ഞൂടെ ഫോണിൽ കളിച്ചുവാണെന്ന്? ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നോ? നിന്റെ പപ്പ ഇപ്പൊ വരും. വെറുതെ അവനെ വായിൽ നിന്നും കേൾക്കാണ്ട് ഇതാ വന്ന് കഴിക്കേ. ഓ എന്റെ പൊന്നു പാറൂട്ടി, ആദ്യം നീ ഫുഡ് കഴിക്കേ, എന്നിട്ട് മതി അച്ചായുടെ കൂടെ ഇരുന്നിട്ടുള്ള വാചകമടി. എന്റെ അച്ചായി എങ്ങനെ സഹിക്കുന്നു ഈ അച്ഛമ്മേനെ? ദേ മനുഷ്യ, കൂടുതൽ അങ്ങ് ചിരിക്കല്ലേ. മര്യാദക്ക് കഴിച്ചിട്ട് പൊക്ക രണ്ടും. ആഹാ, ഇതെന്താ പാറൂട്ടി ഉറങ്ങിയില്ലേ? ഇല്ല, ഞാൻ പപ്പയെ നോക്കി ഇരിക്കുവായിരുന്നു. ഓഹോ, അപ്പോ അതിലെന്തോ ഉണ്ടല്ലോ. അത് പിന്നെ പപ്പേ, പോരട്ടെ. അത് നമുക്ക് നാളെ പുറത്ത് പോവാം. എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചു. പഠിക്കാൻ വിട്ട സമയത്ത് കണ്ട പിള്ളേരുടെ മൂക്കിടിച്ച് പരത്താനും അവരോട് തല്ലി പിടിക്കാനും പോയിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നേ. എന്നിട്ട് അവൾക്ക് ബോറടിക്കുന്നു പോലും. കണ്ണാ, നീ ഈ പെണ്ണ് പറയുന്നതിനൊന്നും തുള്ളാൻ നിന്നേക്കരുത്, നിന്റെ പപ്പയെ പോലെ. പാറു മോളെ. തുടങ്ങി കള്ളക്കരച്ചിൽ. നിങ്ങൾ അച്ഛനും മകനും കൂടി എന്താന്ന് വെച്ചാ ആയിക്കോ. അച്ചായിയുടെ പാറൂട്ടി കാര്യണ്ടാട്ടോ. പപ്പ കൊണ്ടുപോയില്ലെങ്കിൽ എന്താ, അച്ചായി കൊണ്ടുപോകാലോ എന്റെ പൊന്നിനെ. കണ്ണാ, നീ പോയി ഫ്രഷ് ആയിട്ട് വല്ലതും വന്ന് കഴിക്കേ. ശരി പപ്പ. കാന്താരി വന്നോ? പിന്നല്ലാതെ. ദേ അച്ഛമ്മേ, അച്ഛമ്മ കുറച്ച് ഓവർ ആകുന്നുണ്ട് കേട്ടോ. അതെന്താ, എന്റെ ആക്ടിങ് അത്ര ബോറാണോ? പിന്നെ അല്ലാതെ എപ്പോഴാന്ന് അറിയില്ല അച്ചായും പപ്പയും അച്ഛമ്മയും ഇവിടുന്ന് പറഞ്ഞു വിടുന്നേ. അതിനിത്തിരി ഒഴിക്കും. നീ നോക്കിക്കോ പാറൂട്ടി, നിന്റെ അച്ഛമ്മയുടെ കളിയൊക്കെ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അച്ഛമ്മ ഓവറാക്കി ചളമാക്കാതെ ഇരുന്നാ മതി. ഒരിക്കലും ഇല്ല. നിന്റെ അച്ഛമ്മക്ക് കുറച്ച് ബുദ്ധി കൂടുതലാ. കാണാം. ദാ അർജുൻ, എന്താടാ ഒരു വിഷമം? ഞാൻ കുറച്ചു ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നു. ഏയ് ഒന്നുമില്ലടാ, നീ വെറുതെ കള്ളം പറയണ്ട. എനിക്കറിഞ്ഞൂടെ നിന്നെ. നിന്റെ മുഖം ഒന്ന് മാറിയ അതെനിക്ക് മനസ്സിലാവും. ഇന്നോ ഇന്നലെയോ അല്ലല്ലോ നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. അത് വേറൊന്നും അല്ലടാ, ഞാനും മോളും അവിടുന്ന് വേറെ എങ്ങോട്ടേലും മാറിയാലോ എന്ന് ആലോചിക്കുക. അതെന്താ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നും അല്ലടാ, മമ്മിക്ക് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പാറൂട്ടിയോട് വല്ലാത്ത ദേഷ്യമാ. എന്ത്, ശാലിനി ആന്റിക്കോ? അതെ, വൃന്ദയോടുള്ള ദേഷ്യം എന്റെ മോളോട് തീർക്കും പോലെയാ എനിക്ക് തോന്നുന്നേ. എത്രയൊക്കെ ആണേലും അവൾ അവരുടെ ഒരേ ഒരു കൊച്ചുമകളല്ലേ. എടാ അർജുൻ, ഇത് ചിലപ്പോ നിന്റെ വെറും തോന്നലാവും. ശാലിനി ആന്റിക്ക് ഒരിക്കലും നീ ഇപ്പൊ പറഞ്ഞ പോലെ ആകാൻ കഴിയില്ല. നീ അപ്പൊ പറയുന്നത് ഞാൻ കള്ളം പറയുവാണെന്നാണോ? എടാ അങ്ങനെയല്ല, ഇത് ചിലപ്പോ നിന്റെ ഒരു തെറ്റിദ്ധാരണ ആയിക്കൂടെ? അങ്ങനെ അല്ലടാ അർജുൻ, നീ ഇപ്പൊ ചാടി കയറി ഒന്നിനും പോകണ്ട. അങ്ങനെയൊന്നും ഇല്ലെന്നാണ് എന്റെ മനസ്സ് പറയുന്നേ. കുറച്ച് ദിവസം കൂടി ഞാൻ നോക്കും, എന്നിട്ടും മമ്മി ഇങ്ങനെയാണെ ഞാൻ എന്റെ മോളെയും കൊണ്ട് ഇറങ്ങും എന്നേക്കുമായി. പൂജമോളെ. ആഹാ, മോൾ ഉറങ്ങുമായിരുന്നു. അയ്യോടാ സോറി, പപ്പ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അത് പിന്നെ മോളെ, നമ്മൾക്ക് വൈകിട്ട് മഹാദേവന്റെ വീട് വരെ ഒന്ന് പോകണം. നമ്മൾ വന്നിട്ട് അങ്ങോട്ടേക്ക് മാത്രം ഇതുവരെ ആയിട്ടും പോയില്ലല്ലോ. എന്താ മോളെ മുഖമുഖി മാറിയേ? മോൾക്ക് വരാൻ ബുദ്ധിമുട്ടാണേ പോവണ്ട, എന്തിനാ വെറുതെ.
എന്റെ പൊന്നോ, 2-3 നിർത്തുന്നുണ്ടോ? അച്ചായി, ഈ അച്ഛമ്മയോട് പറയുന്നുണ്ടോ വെറുതെ എന്നോട് വഴക്കിടാൻ വരരുതെന്ന്? ആഹാ, ദേ മനുഷ്യ, നിങ്ങളുടെ പൊന്നോമന പുത്രിയോട് പറഞ്ഞേക്ക് അവളുടെ കളി ഈ ശാലിനിയോട് വേണ്ടെന്നു. 2 ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? നിങ്ങളുടെ 2 വഴക്ക് ഇതിപ്പോ ഇവിടെ സ്ഥിരമാണല്ലോ. അവനിങ്ങ് വരട്ടെ, 2 സൂക്കേട് ഞാൻ തീർത്തു തരാം. കുറേയായി ഇത് സഹിക്കുന്നു. ഇന്നെന്താ പപ്പ പ്രശ്നം? എന്ത് പ്രശ്നം? ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല അല്ലേ പറൂട്ടി? അതെ പപ്പി, ഞാനും അച്ഛമ്മയും ഒരു വഴക്കുമില്ല. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണല്ലോ. ആരാ ഈ സമയത്ത്? അങ്ങോട്ട് ചെന്ന് നോക്ക് മനുഷ്യ, ഇവിടെ നിന്ന് ആരാണെന്ന് ചോദിക്കാതെ. കൃഷ്ണ, നീയോ? പൂജമോൾ, പൂജമോളെ. അച്ചായി, അച്ഛമ്മേ, ഇവരൊക്കെ ആരാ? ഏതാ ഈ ആന്റി? ഇതാണ് പൂജ, അച്ചായിയുടെ ഈ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകളാണ്. അച്ചായി, എനിക്ക് ഈ ആന്റിയെ ഒത്തിരി ഇഷ്ടായി. ഞാൻ സ്വപ്നത്തിൽ കണ്ട മാലാഖക്ക് ഈ മുഖമായിരുന്നു. നീ അതിന് പൂജമോളെ ഇപ്പോഴല്ലേ കാണുന്നേ? അല്ല അച്ഛമ്മേ, സത്യമാ പറഞ്ഞേ, ഞാൻ സ്വപ്നത്തിൽ കണ്ട മാലാഖക്ക് ഈ മുഖമായിരുന്നു. ഓ ആയിക്കോട്ടെ, ഞങ്ങൾ വിശ്വസിച്ചു. നിങ്ങൾ വാ, ഞാൻ കുടിക്കാനെടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട ശാലിനി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര നാളുകൾക്ക് ശേഷമാണ് നിങ്ങളെ ഒന്ന് കാണുന്നേ. അങ്ങനെ അങ്ങ് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആന്റി, എന്ത് രസമാ. എനിക്കൊന്ന് ചേർത്ത് നിർത്തണമെന്നുണ്ട് ഈ കുറുമ്പിയെ. പക്ഷെ കണ്ണേട്ടന് അത് ചിലപ്പോ ഇഷ്ടപ്പെടില്ല. എന്റെ ഒപ്പം വരാമോ? ഞാൻ ആന്റിക്ക് ഒരു സൂത്രം കാണിച്ചു തരാം. എന്താ അർജുൻ, തന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എന്താ അർജുൻ, ചോദിച്ചത് കേട്ടില്ലേ? ആ, കുഴപ്പമില്ല അങ്കിൾ. ഞാൻ കണ്ടു ആന്റി, എങ്ങനെയുണ്ട്? ഇനിയുമുണ്ട്, വാ ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഇത് എന്റെ മിന്നുമോളാ. അതൊക്കെ അവളുടെ മക്കളാ. നല്ല രസമല്ലേ കാണാൻ? ആന്റിക്ക് വേണം എടുക്കാൻ. ആന്റി എന്താ ഒന്നും മിണ്ടാത്തേ? എന്നെ എന്താ ഇഷ്ടമായില്ലേ? മോൾ ഇവിടെ നിൽക്കുവാണോ? ഈ പെണ്ണ് 24 മണിക്കൂറും ഇവിടെയാണ്. കണ്ടില്ലേ, കണ്ണി കണ്ട എല്ലാ ജീവികളും ഇവിടെ ഉണ്ട്. നീ എന്താ പാറുട്ടി വരുന്നില്ലേ? സന്ധ്യയാകാറായി. ഞാൻ വരുന്നില്ല. എന്താണ് പെണ്ണേ, നിമിഷ നേരം കൊണ്ടാ പെണ്ണിന്റെ സ്വഭാവം മാറുന്നേ. മോള് വാ. ദേ പാറു, ഇവിടെ ആടി തോന്നി നിൽക്കാതെ മര്യാദക്ക് കേറി വന്നോണം. അല്ലെ നിന്റെ പപ്പയെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടും. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. ഇനി എപ്പോഴെങ്കിലും കാണാം. ആഹാ, എഴുന്നേറ്റോ പപ്പയുടെ പൊന്ന്? പാറു, പപ്പയുടെ പൊന്നിന് എന്ത് പറ്റി? എന്താണ് കുട്ടാ, നീ എന്തിനു കരയുന്നേ? പപ്പേ, പപ്പേ, എന്നെ എന്താ ആർക്കും ഇഷ്ടമല്ലാത്തെ? ഞാൻ അത്രക്കും ചീത്ത കുട്ടിയാണോ? നീ ഇത് എന്തൊക്കെയാ പാറു ചോദിക്കണേ? എന്റെ മോളെ ആർക്കാ ഇഷ്ടമല്ലാത്തെ? അത് ഇന്നലെ വന്ന ആന്റിയില്ലേ, ആന്റിക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. മോള് പൂജയുടെ കാര്യമാണോ പറയുന്നേ? അതെ, ഞാൻ ഇന്നലെ ഓരോന്നും ചോദിച്ചപ്പോ ആന്റി എന്നോടൊന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചതിനൊന്നും മറുപടിയും പറഞ്ഞില്ല. അപ്പൊ എന്താ മിണ്ടാത്തെ? ഞാനൊരു ചീത്ത കുട്ടിയാണോ? എന്റെ മോൾ ചീത്ത കുട്ടിയൊന്നും അല്ല. പിന്നെന്താ ആന്റി എന്നോടൊന്ന് സംസാരിക്കാനേ? അത് പിന്നെ ആ ആന്റിക്ക് സംസാരിക്കാൻ കഴിയില്ല. അയ്യോ, അപ്പൊ ആ ആന്റി ഊമയാണോ? പാവം, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ പപ്പേ. അത് സാരമില്ല, മോൾ അറിയാതെയല്ലേ. പപ്പേ, എന്താ പറ? അത്
അത് പിന്നെ പപ്പേ, എന്നെ ആ ആന്റിയുടെ വീട്ടിലൊന്ന് കൊണ്ടുപോകാമോ? എനിക്ക് ഇവിടെ ഇരുന്ന് മടുത്തു. ഞാൻ അവിടെ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കില്ല. നല്ല കുട്ടിയായിട്ടിരുന്നോളാം. അതൊന്നും വേണ്ട പാറു, മോൾ ഇവിടെ ഇരുന്നാ മതി. പപ്പ ഇന്ന് നേരത്തെ വരാം, നമുക്ക് പുറത്തൊക്കെ പോയി അടിച്ചു പൊളിക്കാം. വേണ്ട, എനിക്ക് ആ ആന്റിയുടെ വീട്ടിൽ പോയാ മതി. ദേ പാറു, വെറുതെ വാശി പിടിക്കല്ലേ. എന്താ അർജുൻ, നീ പോകുന്നില്ലേ? ടൈം ആയല്ലോ. ആ പോകുക. എന്താ പാറു നിനക്ക്? രാവിലെ തുടങ്ങിക്കോളും. മര്യാദ കടങ്ങിയിരിക്കും വേണേ. അച്ഛമ്മേ, പപ്പയോട് പറ എന്നെ കൊണ്ടുപോവാൻ. നിനക്ക് എന്താ പെണ്ണെ, അവൻ ജോലിക്ക് പോകുന്നിടത്ത് നിന്നെ കൊണ്ടുപോകാനോ? മിണ്ടാതിരുന്നോളണം. എനിക്ക് പപ്പയുടെ കൂടെ അല്ല പോവണ്ടേ, ഇന്നലെ വന്ന ആന്റിയുടെ വീട്ടിലാ. മോനെ, അച്ഛമ്മേ, പപ്പയോട് പറ എന്നെ കൊണ്ടുപോകാൻ. അച്ഛമ്മ എന്താ മിണ്ടാതെ പറ. കണ്ണ, അവളോട് ഒരു ആഗ്രഹമല്ലേ, നീ ഒന്ന് കൊണ്ടുവിട്. എവിടെ ഇരുന്നാലും ഞാനായിട്ട് എപ്പോഴും അടിയായിരിക്കും. അവിടെ ആവുമ്പോ പൂജമോൾക്ക് ഒരു കൂട്ടാകുമല്ലോ. മമ്മിക്ക് എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? നീ എന്തിനാ പഴയതൊക്കെ മനസ്സിൽ വെക്കുന്നേ? അതൊക്കെ കഴിഞ്ഞ് വർഷം 5 ആയില്ലേ. നീ ഇപ്പൊ മോളെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ല്. അവർക്കും ഒരു സന്തോഷമാകും. മമ്മി, നീ ഇനി ഒന്നും പറയണ്ട. ഞാൻ താഴെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നീ അത് കഴിച്ചു കഴിയുമ്പോഴേക്കും ഞാൻ പാറുവിനെ റെഡിയാക്കി താഴേക്ക് വന്നേക്കാം. മോളെ, ഞാനെങ്കിൽ ഇറങ്ങുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പപ്പക്ക് മെസ്സേജ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യണം. നിങ്ങൾ എവിടെയെങ്കിലും പോവാൻ നിൽക്കുവാണോ? അതേ മോനെ, ബിസിനസ് കാര്യമായി ലണ്ടൻ വരെ ഒന്ന് പോകണം. ഞാൻ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. മോനകത്തേക്ക് വാ. അയ്യോ വേണ്ടെങ്കിൽ, മോൾക്ക് പൂജയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതാ കൂട്ടിക്കൊണ്ടു വന്നേ. ആഹാ, അതിനെന്താ, പൂജമോൾ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. നിങ്ങൾ വാ. അത് പിന്നെ എനിക്ക് ടൈമില്ല, ഇപ്പോൾ തന്നെ ലേറ്റ് ആണ്. പപ്പ ഇനി പൊക്കോ, ഞാൻ ആന്റിക്കൊപ്പം നിന്നോളാം. ആഹാ, കാന്താരി ആള് കൊള്ളാമല്ലോ. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുന്നു അങ്കിൾ. മോളെ ഞാൻ വൈകിട്ട് വന്ന് വിളിച്ചോളാം. അതിനെന്താ അർജുൻ, പോയി വാ. എന്റെ മോൾക്കൊരു കൂട്ടായല്ലോ. മോളെ, ആന്റിയെ നോക്കിക്കോണം കേട്ടോ. ഞാൻ ആന്റിയെ നോക്കിക്കോളാം. അപ്പൊ പൊക്കോ. സൂക്ഷിക്കണേ മോളെ, എന്തുണ്ടെങ്കിലും പപ്പയെ അറിയിക്കണം കേട്ടോ. ആന്റി, സോറി. എനിക്ക് അറിയില്ലായിരുന്നു ആന്റിക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന്. ഞാൻ ഓർത്ത് ആന്റിക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കുമെന്ന്. സോറി ആന്റി. എന്താണ്, പപ്പയോട് മിണ്ടില്ലേ? അതോ പുതിയ കൂട്ട് കിട്ടിയപ്പോ നമ്മളെയൊന്നും വേണ്ടേ? പപ്പ ഒന്ന് മിണ്ടാതിരുന്നേ. പപ്പയുടെ ഫോണൊന്നും തന്നെ. പോണോ? എന്തിന്? ഇങ്ങോട്ട് താ, എന്നിട്ട് പറയാം. പപ്പേ, ഈ നമ്പർ കളയരുത് കേട്ടോ. ഇതെന്റെ ആന്റിയുടെ നമ്പറാണ്. എന്റെ മോള് വന്നോ? വാ അച്ഛനെ, പറയട്ടെ. പപ്പ എന്ത് കാണാൻ നിൽക്കുവാ? പോ അങ്ങോട്ട്. പപ്പേ, ഫോൺ ഒന്ന് തന്നെ. എന്തിനാ? ഇങ്ങോട്ട് താ പപ്പേ.
അച്ഛമ്മയും മോളും കൂടി കഴിഞ്ഞെങ്കി അങ്ങോട്ട് വാ, ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞു. പൂജാന്റി വന്നോ? ഇതുവരെ ഇല്ല. അപ്പോഴേക്കും പിണങ്ങിയോ? അവര് വരാതിരിക്കോ? വേഗമാവട്ടെ. ഇതാരാ? എന്റെ മാലാക്കക്കുട്ടിയാ? എന്റെ പാറുവിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ? പിന്നല്ലാതെ. ആ കൃഷ്ണ, വാ വാ. ഹായ് പൂജാന്റി. പാറു, കേക്ക് കട്ട് ചെയ്യാൻ ടൈമായി, വാ. എന്റെ ഉടുപ്പ് എങ്ങനെയുണ്ട്? പപ്പയുടെ സെലക്ഷനാ. പാറു, നിനക്ക് പപ്പ മാത്രമേ ഉള്ളോ? ഞങ്ങൾക്കെല്ലാം പപ്പയും മമ്മയും ഉണ്ടല്ലോ. നിനക്ക് മമ്മി ഇല്ലല്ലേ? എനിക്ക് മമ്മിയുണ്ട്. നുണ. സ്കൂളിൽ ആനുവൽ ഡേക്കും നിന്റെ പപ്പ മാത്രമേ വന്നുള്ളല്ലോ. നുണച്ചി. എനിക്ക് മമ്മിയുണ്ട്. ദാ, ദാ, ഇതാണ് എന്റെ മമ്മി. ശേ, കാവ്യേ, മോളെ അങ്ങ് കൊണ്ടുപോക്കെ. സോറി അങ്കിൾ, മോൾ അറിയാതെ പറഞ്ഞതാ. അത് സാരമില്ലടോ. ആഹാ, അത് കൊള്ളാലോ. മമ്മിയുടെ പേര് പൂജ, മോളുടെ പേര് പ്രാർത്ഥന. നല്ല ചേർച്ച. നിന്റെ പപ്പയാ എനിക്ക് പേരിട്ടെ. പ്രാർത്ഥനാന്ന്. എന്ത് പറ്റിയടാ? നീ എന്താ ഈ ചിന്തിച്ചു കൂട്ടുന്നേ? എടാ, നിനക്കറിയാലോ പൂജയുടെ കാര്യം. ഇന്നലെ ബർത്ത്ഡേ ഫംഗ്ഷന് പാറു പൂജയും മമ്മി എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു. അവൾ പൂജയോട് ഒരുപാട് അടുത്തു പോകുന്നുണ്ട്. അത് ശരിയാവില്ല. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് പൂജയോടൊന്ന് സംസാരിച്ചൂടെ? ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളൊരു കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ. ഒന്നിരുന്ന് സംസാരിച്ചാൽ ചിലപ്പോ നിനക്കെല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ. ഞാൻ എന്തർത്ഥത്തിലാ അവളെ എന്റെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നേ? ഞാൻ എന്ത് സംസാരിക്കാനാടാ? ഞാൻ അവളോട് ചെയ്തു കൂട്ടിയത് മുഴുവൻ നിനക്ക് അറിഞ്ഞൂടെ? 5 കൊല്ലമായി ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടച്ച അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാ കാണുന്നേ. ആ, അത വിട്. വൃന്ദയെ പറ്റി എന്തായടാ? എന്താ അവൻ? അവള് നല്ല ഹാപ്പി അല്ലേ? ആരെ പറ്റിയും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൾക്ക്. ഞാൻ കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി വലിയ വലിയ ബിസിനസ്മാൻമാരുടെ കൂടെ പാർട്ടി ഫോട്ടോസ്. എടാ, നീ ഒന്ന് ചിന്തിക്ക അർജുൻ. പാറു, അതിനൊരു അമ്മ വേണ്ടേ? ഇപ്പോ ബർത്ത്ഡേ പാർട്ടിയിൽ നടന്ന ഇഷ്യൂ നീ പറഞ്ഞു. ഇതുപോലെ സ്കൂളിൽ ചെല്ലുമ്പോ അവിടെ അമ്മയെ ചോദിക്കും. വേറെ പല സിറ്റുവേഷൻസിലും അമ്മയെ ചോദിക്കും. ആ സമയത്ത് പാറുവിനെ ചൂണ്ടിക്കാണിക്കാനും ആരെങ്കിലും വേണ്ടേ? എന്റെ അഭിപ്രായത്തിൽ അതിന് ഏറ്റവും യോഗ്യതയുള്ളത് പൂജക്കാണ്. കാരണം കുഞ്ഞ് അവളുമായി നന്നായി ഇണങ്ങിക്കഴിഞ്ഞു. നോ, പൂജയുടെ കാര്യത്തിൽ ഒരിക്കലും ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് പറ്റില്ലടാ. അവൾ ഒരു മിണ്ടാപ്രാണിയാണ്. അവളെയാ ഞാൻ ദ്രോഹിച്ചത്. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക. എടാ, ആ ചെയ്തു കൂട്ടിയതിനൊക്കെ 5 കൊല്ലം നീ അനുഭവിച്ചില്ലേടാ. നിന്റെ പെണ്ണ് നിന്നെ ഇട്ടിട്ട് പോയി. ഈ പൊടിക്കുഞ്ഞിനെ ഒറ്റക്ക് അമ്മയില്ലാതെ വളർത്തേണ്ടി വന്നില്ലേ? ആ സമയത്തെ നിന്റെ സ്ട്രഗിൾസും വിഷമങ്ങളും കണ്ടതല്ലേടാ ഞാൻ. 5 അല്ല, ഒരായുസ് പോരാ അവളോട് ഞാൻ ചെയ്തതിന്റെ പാപം തീർക്കാൻ. എന്തായാലും ഞാനൊരു ഉറപ്പ് പറയാം. നിനക്ക് ഏറ്റവും നല്ല ചോയ്സ് പൂജയെ പോലെ ഒരാളാണ്. അവൾക്ക് നല്ലൊരു ഭാര്യയാവാൻ കഴിയും, നല്ലൊരു അമ്മയാവാനും. നീ ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്ക്.
പപ്പ നേരത്തെ വന്നു. പാറുമോളെ വിളിക്കാൻ പോയപ്പോ പൂജമോളെ കൂടി ഇങ്ങ് കൂട്ടിക്കൊണ്ടു വന്നു. കഴിഞ്ഞ ദിവസം കൃഷ്ണൻ പപ്പയെ വിളിച്ചിരുന്നു. കൃഷ്ണൻ ഇല്ലാത്തതുകൊണ്ട് മോൾ അവിടെ ഒറ്റയ്ക്കല്ലേ. രാത്രി ആരുടെയൊക്കെയോ കാൽപെരുമാറ്റം കേട്ടെന്ന് അയൽക്കാരോ പറഞ്ഞെന്ന്. പൂജ ഇതാരോടും പറഞ്ഞില്ല. കൃഷ്ണനാണെ ഒരേ പേടി. അതുകൊണ്ട് പൂജ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും. പപ്പ ഉറങ്ങിയോ? ഇല്ല. എന്താ? നമുക്ക് മമ്മിയെ കൂടി ഇവിടെ കിടത്തിക്കൂടെ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എന്റെ ക്ലാസ്സില് ഡോണ പറഞ്ഞല്ലോ, അവളുടെ പപ്പയും മമ്മിയും അവളും ഒരുമിച്ചാ കിടക്കുന്നേന്ന്. പാറു, നീ ഉറങ്ങാൻ നോക്ക്. അതൊന്നും പറ്റില്ല. എന്താ പറ്റാത്തെ? ഇത് വലിയ ബെഡാണല്ലോ, നമുക്ക് സുഖമായി കിടക്കാം. നീ മര്യാദക്ക് കിടന്നുറങ്ങുന്നുണ്ടോ? പപ്പ മമ്മി ഇവിടെ കിടത്താൻ സമ്മതിക്കൂലേ? എന്നെ അവിടെ കൊണ്ടാക്കും. എനിക്ക് മമ്മിയുടെ കൂടെ കിടന്നാ മതി. പാറു, നിനക്ക് വാശി കൂടുന്നുണ്ട് കേട്ടോ. നല്ല തല്ല് കിട്ടാത്തതിന്റെയാ. എന്നെ കൊണ്ടാക്ക്. എനിക്ക് മമ്മിയുടെ കൂടെ കിടന്നാ മതി. മമ്മി, ഞാനിന്ന് ഇവിടെ കിടക്കുന്നേ. പാറു വാശി പിടിച്ചത് കൊണ്ടാ. ഞാൻ പറഞ്ഞതാ ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. കേൾക്കണ്ടേ? അണ്ണാ, ഞങ്ങൾക്ക് ഈ ആഴ്ച നൈറ്റ് ആണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയും നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നല്ലോ. ഇതെന്താ ഇങ്ങനെ? അത് കുറച്ച് കേസസ് പെട്ടെന്നുണ്ടായി. സോ നൈറ്റ് ഫോളോ അപ്പ് അത്യാവശ്യമാ. ശരി മമ്മി. ഓ, ഇപ്പൊ പിടിച്ചേനെ. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യവും ഉണ്ടോ? അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് ക്ലിയർ ആക്കാനുണ്ടേ നമ്മൾ എന്തിനാ ചേട്ടാ ഒരു തടസ്സമാകുന്നേ? പപ്പേ, മമ്മിക്ക് കൂടെ. പപ്പ എന്താ മമ്മിയോട് മിണ്ടാത്തെ? ഞാൻ ഇവിടെ വന്നത് കണ്ണേട്ടന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഒരിക്കൽ പോലും എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ടില്ല. എന്നോട് ചെയ്തതൊക്കെ അന്നെ ക്ഷമിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ നിറങ്ങിയേ. പിന്നെന്താ ഇപ്പോഴും ആ ദേഷ്യം ഒന്നും മാറിയില്ലേ? പാറു, ഉറങ്ങിയോ? വിളിക്കണ്ട, കിടന്നോട്ടെ. നീ കണ്ടായിരുന്നോ? എന്താടാ? ദാ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ അറിഞ്ഞതാ. ദാ ഈ ന്യൂസ് നോക്ക്.
നിർത്ത്, ഒരുപാടായി. എടാ, നീ ഇപ്പോഴും വൃന്ദയെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലടാ, എന്റെ കുഞ്ഞ് ജനിച്ച് 3-ാം പക്കം ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയതാ അവൾ. അന്നേ തീർന്നതാ അവളോടുള്ള ഇഷ്ടം. പക്ഷെ ഇപ്പോ അവൾ ഈ ഭൂമിയിലെ ഇല്ലെന്ന് അറിയുമ്പോ എന്തോ ഒരിക്കൽ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ എന്നോ സ്നേഹിച്ചിരുന്നതല്ലേടാ. നീ ആവശ്യമില്ലാതെ ഡൗൺ ആകണ്ട. ഇത് അവൾ ചെയ്തു കൂട്ടിയതിന് ദൈവം കൊടുത്ത പ്രതിഫലമായി കണക്കാക്കിയാൽ മതിയടാ. അതിന് നീ ഇങ്ങനെ കുടിച്ച് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കൊരു കുട്ടിയുള്ളതാ. നിർത്ത്, ഞാൻ നിന്നെ വീട്ടിലാക്കാം. എനിക്കറിയാം, എന്നോടുള്ള ദേഷ്യം കാരണമാ ഞാൻ വീണ്ടും കണ്ണേട്ടന്റെ ലൈഫിലേക്ക് വന്നതുകൊണ്ടാ കണ്ണേട്ടനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നത്. അതുകൊണ്ടല്ലേ കുടിച്ചിട്ട് വന്നത്. എനിക്ക് എനിക്ക് ഞാൻ ഇപ്പോഴും കണ്ണേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കാരണം കണ്ണേട്ടൻ ഇനി ഒരിക്കലും വേദനിക്കാൻ പാടില്ല. ഞാൻ പോയേക്കാം. സാർ, കൃഷ്ണൻ എന്നൊരാൾ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ആ അങ്കിൾ എന്ന് വന്നു? ഞാൻ ഇന്നലെ വന്നു. എന്താ അങ്കിൾ പെട്ടെന്ന് ഓഫീസിലേക്ക്? അർജുൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇനി ഒരിക്കലും പാറുവിനെ താൻ പൂജമ്മയുടെ അടുത്തേക്ക് വിടരുത്. അവൾ പാറുവുമായി ഓവർ അറ്റാച്ച്ഡ് ആയ അത് ശരിയാവില്ല. ഞാൻ അവൾക്ക് പ്രൊപ്പോസൽസ് നോക്കിക്കൊണ്ടിരിക്കുക. സോ മനസ്സിലായെങ്കിൽ എന്നെ മോൾ ഒരിക്കലും ഇനി പൂജയ്ക്കോ നിങ്ങൾക്കോ ഒരു ഭാരമാകില്ല. ഞാൻ നോക്കിക്കോളാം. നീ എങ്ങോട്ടാ? നീ എങ്ങോട്ടും പോകുന്നില്ല. മമ്മി അവളെ അകത്തേക്ക് കൊണ്ടുപോകും. നിനക്ക് പറഞ്ഞ മനസ്സിലാവൂലേ? മനസ്സിലാവൂലേ? മോളെ പാറു, പാറു മോളെ. കണ്ണാ, കണ്ണാ, നീ എങ്ങോട്ടാ പോണേ? കണ്ണാ, എന്റെ ഭഗവതി.